എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവ് രക്ഷകരമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് ദൈവവചനം ചിന്തിക്കുവാൻ പോകുന്ന ഈ സമയം പ്രാർത്ഥനയോടെ ദൈവസന്നിധി ആയിരിക്കട്ടെ. ഇന്നത്തെ വചനം എന്നോട് സംസാരിക്കണമേ കർത്താവേ. ഇന്നത്തെ വചനം എനിക്കുള്ളതായിരിക്കണമേ ദൈവമേ. ഇന്നത്തെ വചനം എന്റെ ഹൃദയത്തിന് സ്വസ്ഥതയും സമാധാനം ശാന്തിയും നൽകി തരുന്നതായിരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കടന്നുപോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ദ മോഡൽ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചസ്, മാതൃകാപരമായ പുതിയ നിയമ സഭകളെ കുറിച്ച് ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അനേകം നമുക്ക് കാണുവാൻ കഴിയും. എപ്പോഴും ഒരു സഭ മാതൃകയായിരിക്കണം. ഒരു സഭ മറ്റുള്ളവർക്ക് നല്ലതെന്ന് പറയുവാൻ ഇടവരുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആ സഭയുടെ പോക്ക് നല്ലതല്ല എന്ന് ചിലര് പറയുന്നു. ആ പറച്ചിലിന് പ്രസക്തിയില്ല എങ്കിൽ പോലും പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഏകദേശം നന്നായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ദ ചർച്ച് അറ്റ് അന്ത്യോക്യ, അന്ത്യോക്യയിലെ സഭയെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അന്ത്യോക്യ സഭയെന്ന മാതൃകാ സഭയെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പൊ ഞാൻ അതിനെ ഒന്ന് തുടക്കത്തിൽ വായിക്കട്ടെ. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ പീഡനത്താൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്കിയ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോട് കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പം അങ്ങനെയാണ് അവിടെ സഭ സ്ഥാപിതമാകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അന്ത്യോക്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലോക ക്രിസ്തീയ സഭയുടെ ആസ്ഥാനമാണ്. നിങ്ങൾ പലപ്പോഴും TV മാധ്യമങ്ങളിലൂടെ, ന്യൂസ് പേപ്പർ അതിലൂടെയൊക്കെ കാണും പാത്രിയാർക്കീസ്, അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ശരിക്കു പറയുകയാണെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാന കേന്ദ്രമാണ് ഈ പാത്രിയാർക്കീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആസ്ഥാനമായ അന്ത്യോക്യ. ഈ അന്ത്യോക്യ സിറിയ എന്ന് പറയുന്ന രാജ്യത്താണ്. നമുക്കറിയാം വലിയ തീവ്രവാദ ലോകത്തില് പൊട്ടി മുളച്ച് വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇറാഖിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ സിറിയ എന്ന് പറയുന്ന സ്ഥലം. ആ സിറിയ ആണ് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായി കാണുന്നത്. അവിടുത്തെ തീവ്രവാദികള് പഴയ ഒരു പാത്രിയാർക്കീസിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇന്നോളം ലോകത്തിന് അതിനെക്കുറിച്ച് ഒരു വിവരവും പോലും കിട്ടിയിട്ടില്ല. അതിനുശേഷം വീണ്ടും പാത്രിയാർക്കീസിന്റെ അവരോധവും ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ സിറിയയിലെ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോസ്തലന്മാർ പോയല്ല സുവിശേഷം പ്രസംഗിച്ച് സഭ രൂപീകരിച്ചത്. ഈ സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യോക്യയിൽ ശിഷ്യന്മാരായിട്ടുള്ള ആരും പോയിട്ടല്ല അവിടെ സുവിശേഷീകരണം നടത്തി
സഭ സ്ഥാപിച്ചത് വിശ്വാസികളാണ്. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വീഴുന്നത്. യേശുവിനെ അവർ അനുഗമിക്കുന്നത് കൊണ്ട്, യേശുവിന്റെ വചനാനുസരണം അവർ ജീവിക്കുന്നത് കൊണ്ട് ആ നാട്ടിലെ അക്രൈസ്തവരായിരുന്ന അന്നത്തെ ജനസമൂഹം അവരുടെ ജീവിത ശൈലി കണ്ടുകൊണ്ട് അവർക്ക് കൊടുത്ത പേരാണ് വേദപുസ്തക പ്രകാരം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന പേര്. അപ്പൊ ക്രിസ്തുവിനെ അനുകരിക്കുന്നയാൾ, ക്രിസ്തുവിനെ പിൻഗമിക്കുന്നയാൾ, ക്രിസ്തുവിനെ പിൻപറ്റുന്നയാൾ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളയാൾ, ക്രിസ്തുവിന്റെ സവിശേഷതയുള്ളയാളാണ് ക്രിസ്ത്യാനി. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്രേ വേണ്ടത്. നമ്മൾ ലോകത്തിൽ എവിടെ ആരുടെ മുൻപിലും ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുവാൻ മടിക്കരുത്. പ്രിയ ദൈവമക്കളെ, ഇതിനേക്കാൾ നല്ലൊരു പേര് ബൈബിളിലില്ല. മറ്റ് ഓരോ സ്ഥലങ്ങളിൽ വിശ്വാസികളുടെ പ്രവർത്തനവും പ്രവൃത്തിയും നടപടിയും സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ സഹോദരന്മാരെന്ന്, വിശുദ്ധന്മാരെന്ന്, വിശ്വാസികൾ എന്നെല്ലാം പേര് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിതം നയിച്ച ഈ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനി എന്ന പേര് ഈ സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചാണ് ലഭിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ഓരോ പേര് പറയുമ്പോൾ ക്രിസ്ത്യാനി, അത് സുറിയാനി ക്രിസ്ത്യാനി എന്നെല്ലാം മലയാളാവിഷ്കരണത്തിലേക്ക് നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു, സുവിശേഷം അറിയിച്ചു. അപ്പോൾ കർത്താവായ യേശുവിന്റെ സഭ രൂപീകരണവുമായുള്ള ബന്ധത്തിൽ മാതൃകയുള്ള ഒരു നല്ല മോഡൽ ചർച്ച്, ഒരു ഗുഡ് പാറ്റേൺ, ഗുഡ് എക്സാമ്പിൾ, നല്ലൊരു മാതൃക, നല്ലൊരു മാതൃകാ ദർശനമായി കാണുന്ന ആദ്യത്തെ വേദപുസ്തകത്തിലെ സഭ ഏതാണ്? അന്ത്യോക്യയിലെ കർത്താവിന്റെ സഭ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളും മാതൃകയുള്ള ഒരു സഭയായി മുന്നോട്ട് പോകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് പൽക്കാലം ഈ ആലയത്തിൽ ദൈവമക്കളുടെ മുൻപാകെ ഇത് ഞാൻ പറയാനുണ്ടായ കാരണം എന്ത് എന്നുകൂടെ ഞാനൊന്ന് ചുരുക്കമായി പറയട്ടെ. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഒരു ശവസംസ്കാരം ആറ്റിനക്കരെ ഉണ്ടായി. വളരെ പെട്ടെന്നാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ചെയ്യാം എന്നുള്ള ഒരു ക്രമീകരണമാണ്. ഇപ്പൊ ഞങ്ങള് സഭയിലുള്ള കുറെ പേരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. അപ്പം അത് ശനിയാഴ്ച ഒരു ടെമ്പോ ട്രാവൽ യാത്രയായി നമുക്ക് ഒരുമിച്ച് ഒരു കുറച്ച് കൂടുതൽ പേര് പോകാം എന്നുള്ള ഒരു തീരുമാനം വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവര് പെട്ടെന്ന് ശനിയാഴ്ച എന്നുള്ളത് വെള്ളിയാഴ്ച റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നത്. അപ്പം ഒട്ടുമുഖ ആൾക്കാരും സ്ഥലത്തില്ല, ജോലിക്ക് പോയി മറ്റു പലവിധമായ കാര്യങ്ങളിലായി. പിന്നെ ഞങ്ങള് പെട്ടെന്ന് എനിക്ക് വിളിച്ചോണ്ട് പോകാൻ പറ്റി. ഒന്ന് VC, ഒന്ന് തങ്കച്ച സാറ്, പിന്നെ സുനില്. ഞാൻ ശ്രുതിയെ വിളിച്ചപ്പോ ശ്രുതി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ ആരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? ജോസ്, പണിത്താട് ജോസ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. ഞങ്ങൾ എന്നാണെങ്കിലും ചെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ യഥാർത്ഥ വഴി പ്രശ്നമായിരുന്നു. എന്നിട്ട് അവര് വണ്ടി വിട്ടിരുന്ന വണ്ടി സാരിയും മോളും രാനും ഉണ്ടായിരുന്നു, അല്ലേ? രാനില്ലായിരുന്നു, സാരിയും മോളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേരെല്ലാം ഞങ്ങള് ഒരുമിച്ച് അവിടെ പോയി ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. അപ്പം യഥാർത്ഥ വഴി ബ്ലോക്കായി കിടന്നു. ഞങ്ങള് ഡാമിന്റെ മുകളിലുള്ള ആ വഴിയെ പോയി, അല്ലേ? അപ്പം പോയപ്പോ വണ്ടി ഓടിച്ച് ആൾ പറഞ്ഞു, ഇതാ ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നു, ഇവിടെ ആന വന്ന് നിൽക്കുന്നുള്ളതാണ്. ഇപ്പൊ വണ്ടിയിലിരുന്നവരുടെ മനസ്സിലൂടെ എന്നാ കടന്നു പോയെന്ന് അറിയത്തില്ല. ശരി, നല്ല കാട്ടിലൂടെയാണ് കടന്നുപോയത്. എന്നാണെങ്കിലും അവിടെ ചെന്ന് ദൈവത്തിന്റെ മഹനീയമായ സഹായത്താൽ നല്ലതുപോലെ ആ കാര്യങ്ങള് ചെയ്ത് മടങ്ങി പോന്നു എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ഞാനത് പറയാനായിട്ട് ഇന്ന് പ്രകാരം
എനിക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഒരു മോഡൽ സഭയായിട്ട് എനിക്ക് തോന്നി മുമ്പോട്ടുള്ള സഭയെ സത്യമായി ഒരു മോഡൽ ചർച്ചയായിട്ട് എനിക്ക് തോന്നിയുണ്ട്. കാരണം ഞാൻ വിളിച്ചപ്പോൾ ഇത്രയും പേര് പുരുഷന്മാർക്ക് പെട്ടെന്ന് വന്ന് അവര് വണ്ടി വിട്ടുവന്ന് ഞങ്ങൾ ആ വണ്ടിയിൽ പോയി. ഏതാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും പാടിയിട്ടില്ല. അത് അക്കിട്ട സാർ കൈയടിച്ച് അവിടെ പാടിയിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതാ ഞാൻ പറഞ്ഞ ഒരു ആവശ്യത്തിന്റെ മുന്നിൽ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെല്ലാം പുതിയൊരു അനുഭവത്തിലേക്ക് മാറുകയാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കുക. അതിനും കൂടെ ഉണ്ടായിരിക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് ഒരു ആഗ്രഹം. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ഡ്യൂട്ടിയിലാണ് എന്നോട് പറയുന്നത്. അപ്പൊ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പൊ ഞാന് നല്ല കാര്യത്തെ ഒരിക്കലും ഞാൻ മറന്നു പോകത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തില് ബിന്ദുവിന്റെ മാതാവിന്റെ ഫ്യൂണറൽ സർവീസിൽ പങ്കെടുക്കുവാൻ ഈ സഭയിൽ നിന്ന് ആ സമയത്ത് പോകാൻ പറ്റിയൊരു, അതുകൊണ്ട് മറ്റാരെയും കുറ്റം പറയാനില്ല, മറ്റാരുടെയും സഹകരണമില്ലായ്മയെ കുറിച്ച് ഒരു പ്രതിഷേധമില്ല, ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു പരാതിയില്ല, ഒരു ക്രിറ്റിസിസമില്ല, ഒരു വിമർശനമില്ല. കാരണം ആ സഡൻ ആക്ഷനിൽ ഇത്രയും പേർക്ക് പോകാൻ പറ്റി. എല്ലാവരോടും നമുക്ക് അറിയിക്കാനും പറ്റിയില്ല. അങ്ങനെ പോയി അവര് എല്ലാവരും കൂടി നല്ലതുപോലെ അത് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർത്തേക്കണം, നാളെ ആന്റിയോപ്ലാസ്റ്റി ഓപ്പറേഷൻ ജോസ്, ഇപ്പൊ ഞാൻ ജോസിന്റെ കയ്യിലോട്ട് മൈക്ക് എന്റെ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷ ക്രമത്തിന്റെ ഒരു അതിനകത്ത് പാട്ടുണ്ട്, ജോസ് ഒന്ന് പാടുന്നു എന്ന് പറഞ്ഞു. എന്നാണെങ്കിലും ഒരു മടിയില്ലാതെ ജോസ് നല്ലതുപോലെ ആ മൈക്കിലൂടെ അങ്ങ് പാടുകയും ചെയ്തു. അല്ലെ പ്രിയ ദൈവമക്കളെ, ഭംഗിയായിട്ട് ആ കാര്യം നടത്തി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കേൾക്കാൻ ഈ സബ്ജക്ട് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതോടെ കർത്താവിന്റെ പ്രവർത്തിക്കട്ടെ. ദ ചർച്ച് അറ്റ് ആന്റിയോക്യ, അന്ത്യോക്യ സഭ ഒരു മാതൃക സഭയായിരുന്ന പോലെ മുപ്പത് സഭയും ഇനി മുതൽ അങ്ങനെയായി തീരുമെന്ന് ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ന് പ്രകാരം നിങ്ങളുമായി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്നതിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർമ്മിക്കട്ടെ. ഇറ്റ്സ് ഫൗണ്ടേഷൻ. ഇതിന്റെ സ്ഥാപകര് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലന്മാരല്ല, സുവിശേഷകന്മാരല്ല, ഇടയന്മാരല്ല, ഒരു സന്ദേശവാഹകന്മാരുമല്ല. അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പത്രോസാണോ, പൗലോസാണോ, യാക്കോബാണോ, യോഹന്നാനാണോ എന്നൊന്നിനും ഒരുവിധമായ തെളിവുകളുമില്ല. സാധാരണ ലോകപ്രകാരം പറയുമ്പോൾ റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം മലങ്കിരിയുണ്ട്, സീറോ മലബാറുണ്ട്, ലാറ്റിൻ, ഈ 3 വിഭാഗം കൂടിയതാണ് റോമൻ കത്തോലിക്ക സഭ. ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് റോമിലാണ്. അതിന്റെ അധിപൻ പോപ്പാണ്. അതേപോലെ ഓർത്തഡോക്സിന്റെ ആസ്ഥാനം അന്ത്യോക്യയാണ്. എന്നാൽ അതിനൊരു യഥാർത്ഥ സ്ഥാപകനെ പറയാനില്ല. പല വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ വിശുദ്ധ പൗലോസ് ആണെന്ന് ഉള്ള നിഗമനത്തിൽ മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഓർമ്മിക്കട്ടെ, ഇതിന് യഥാർത്ഥമായ ഫൗണ്ടർ ഇല്ല. അന്ത്യോക്യയിൽ സഭ ആര് സ്ഥാപിച്ചുവെന്ന് ഇന്നുള്ള ചരിത്രത്തിൽ പോലും രേഖകളില്ല. കാരണം ഒരു അപ്പോസ്തലന്മാരും ഒരു സുവിശേഷന്മാരും ഒരു ദൈവന്മാരും അല്ല അവിടെ പോയി സുവിശേഷം പറഞ്ഞത്. ദൈവത്തിന്റെ സന്ദേശം വിശുദ്ധന്മാരാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇനി നാമത്തിൽ ഞാൻ പറയട്ടെ, സുവിശേഷം പറയുവാനോ അത് പ്രസംഗിക്കുവാനോ അത് പഠിപ്പിക്കുവാനോ ഒരു പാസ്റ്ററുടെയോ ഒരു പട്ടക്കാരന്റെയോ ആവശ്യമില്ല. ഏതൊരു വിശ്വാസിക്കും ചെയ്യാവുന്നതാണ്. കാരണം ഉദാഹരണം, കഴിഞ്ഞ ദിവസം ആ കുരുമൻമൊഴിയിൽ പോയപ്പോൾ അതിനകത്ത് വിളിച്ചവർ വന്ന് അവരെല്ലാവരും അവരുടേതായ റോൾ അവിടെ നിറവേറ്റിയെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് എപ്പോഴും ഒരു മാതൃകാ സഭയായി മുന്നോട്ട് പോകണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അന്ത്യോക്യ സഭ മാതൃകാ സഭയാണ്. അതിന്റെ ഫൗണ്ടർമാരെ കുറിച്ച് ഒരു തെളിവും ഇല്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇറ്റ്സ് ക്വാളിറ്റീസ്. ഈ സഭ ആയുള്ള ബന്ധത്തിൽ അവിടെ അനേക സഭകളുണ്ട്. ആ സഭകളുടെ ഗുണനിലവാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ കൺവേർട്ടഡ് ചർച്ച് അത് രൂപാന്തരപ്പെട്ട ഒരു സഭയാണ്. ബൈബിൾ വായിക്കുമ്പോൾ 11-19-21 വാക്യങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 19-21 വാക്യത്തിൽ കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ സമൂഹം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിയുകയാണ്. നമ്മുടെ ഈ ലൗകിക ലോക ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തിരിയുന്നതിനെയാണ് കൺവേർഷൻ എന്ന വാക്കുകൊണ്ട് മനത്തിരിവ്, മനമാറ്റം എന്ന് പറയും. മനസ്സ് മാറി മനസ്സ് തിരിയണം. ചില വലിയ
പീഡകരമായ സംഭവങ്ങൾ കാണുമ്പോൾ ചിലരുടെ മനസ്സ് മാറും. അവർ യേശുവിലേക്ക് തിരിഞ്ഞാൽ രക്ഷപ്പെടും. നിങ്ങൾക്കറിയാം, മുഗൾ സാമ്രാജ്യ ഭരണകാലത്ത് പ്രഗത്ഭനായ ഒരാളെ കുറിച്ച് അശോകനാണ്. അശോകൻ വളരെ ധൈര്യശാലിയായ ഒരു ചക്രവർത്തിയായിരുന്നു. കലിക്ക് എന്ന് പറയുന്ന യുദ്ധത്തിൽ വെച്ച് അശോകന്റെ മനസ്സ് മാറി. പിന്നീട് അശോകൻ തന്റെ മരണം വരെ യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷേ തന്റെ മനസ്സ് മാറി, തന്റെ മനസ്സ് യേശുവിലേക്ക് തിരിഞ്ഞില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മനസ്സ് മാറ്റം ആർക്കും ഉണ്ടാകാം. മനസ്സ് തിരിയണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യയിൽ പഞ്ചാബ് പ്രവിശ്യയിൽ അവസാനമായി യുദ്ധം ചെയ്യുന്ന മഹാനായ അലക്സാണ്ടർ ബോസ് എന്ന് പറയുന്ന രാജാവിന്റെ താഴ്മയുടെ മുൻപിൽ മനസ്സ് മാറി രാജ്യം തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ബാബിലോണിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ചെന്ന് 10 ദിവസം രോഗിയായി കിടന്ന് അദ്ദേഹം മരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ഇന്ത്യയിലെ ബോസ് എന്ന് പറയുന്ന രാജാവിന്റെ താഴ്മയുടെ മുമ്പിൽ മാറി പിടിച്ച രാജ്യം തിരിച്ചു കൊടുത്തിട്ട് ഇനി ഇന്ത്യയിലെ ഒരു പ്രവിശ്യയായിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം മനസ്സിലുണ്ടായി. അതോട് അദ്ദേഹം സൈന്യവുമായിട്ട് മടങ്ങിപ്പോയി. പക്ഷെ ആ മടങ്ങിപ്പോയ മനുഷ്യൻ യേശുവിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ മനസ്സ് മാറാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ അഴിച്ച് അവരുടെ സങ്കടം കാണുമ്പോൾ നമ്മുടെ മനസ്സ് മാറും, അല്ലേ? പ്രിയ ദൈവമക്കളെ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടായാൽ മനസ്സ് മാറും. എന്നാൽ അതിനി ചെയ്യാതിരിക്കണമെങ്കിൽ മനസ്സ് തിരിയണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, മനസ്സ് മാറിയാൽ മാത്രം പോരാ, മനസ്സ് തിരിയണം. എ കൺവേർട്ടഡ് ചർച്ച്, മാനസാന്തര വ്യതിയാനം സംഭവിച്ച ഒരു സഭയായിരുന്നു അന്ത്യോക്യയിലെ സഭ. അതിന് സ്ഥാപകന്മാരില്ല, അതിന് അടിസ്ഥാനമിട്ടവരില്ല, പക്ഷേ അവര് മാനസാന്തരപ്പെട്ടവരാണ്. എന്നെ കൊടുക്കുന്ന വാത്സല്യമുള്ള മുക്കുള്ള ക്രൈസ്തവത്തിലെ വിശ്വാസികളോട് ഞാൻ ഇന്ന് പ്രകാരം പറയട്ടെ, നമ്മുടെ മനസ്സ് മാറിയാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിന് നല്ലൊരു തിരിവും കൂടെ ഉണ്ടായാൽ അവസാനത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിശ്വാസം യഥാർത്ഥമെങ്കിൽ അവിടെ തന്നെ നമ്മൾ നിൽക്കും. ഒരിക്കലും പ്രിയ ദൈവമക്കളെ, ലഭിച്ച അനുഗ്രഹം, ലഭിച്ച നന്മ, ലഭിച്ച സഹായം, ലഭിച്ച ഉപകാരത്തിന് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കരുത്. ആര് നമുക്കൊരു ഉപകാരം ചെയ്താലും ആ ഉപകാരത്തിന് നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. മനുഷ്യരില്ലാത്തത് കൃതജ്ഞത, നന്ദിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അവര് ആരുമില്ലാതെ, ഒരു അടിസ്ഥാന ശില്പിയുമില്ലാതെ വിശ്വാസത്തിലേക്ക് വന്ന സഭയാണ്. പക്ഷെ അവര് മാനസാന്തര മനമാറ്റമുണ്ടായി, മനത്തിരിവുണ്ടായ സഭയാണ്. വീണ്ടും അവരെ കുറിച്ച് ഓർപ്പിക്കുകയാണെങ്കിൽ എ സബ്മിറ്റഡ് ചർച്ച്, അവർ സമർപ്പണമുള്ളവരായി. പ്രിയ ദൈവമക്കളെ, 11:22 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 11-ാം അധ്യായം 22 മുതൽ താഴോട്ട് നമ്മൾ പോകുമ്പോൾ അവരെ കുറിച്ചുള്ള ഈ വാർത്ത യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം അയച്ചു. കാരണം ഈ അന്ത്യോക്യക്കാരെ കുറിച്ച് ഒരറിവുമില്ല. പക്ഷേ ബർന്നബാസ് പൗലോസിനോട് കിടപിടിക്കാൻ കഴിവുള്ള വേറെ പണ്ഡിതനാണ്. നല്ല പ്രാഗൽഭ്യതയോടെ ഏതൊരു മനുഷ്യന്റെ ആർഗ്യുമെന്റിനെ, വാദപ്രതിവാദത്തെയും നിശബ്ദമാക്കുവാൻ കഴിവുള്ള ഈ ബർന്നബാസ്, ബൈബിളില് 2 പേരാണ് വേദപുസ്തകത്തിൽ നല്ല പ്രാവീണ്യമുള്ളവരെന്ന് പറയുന്നു വേദപണ്ഡിതന്മാര്. ഒന്ന് പൗലോസും മറ്റൊന്ന് ബർന്നബാസുമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം എന്ന ഉറ്റം കൊള്ളാവുന്ന ലേഖനം എഴുതിയത് ഒരുപക്ഷെ പേര് പറയാത്തത് കൊണ്ട് അതുപോലും ബർന്നബാസ് ആയിരിക്കുമെന്നുള്ള ചിന്തയിൽ പോലും എത്തിച്ചേരുകയാണ്. ഈ ബർന്നബാസിനെ അവിടേക്ക് അയച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എപ്പോഴും എത്ര ഭയങ്കരമായ കാര്യമാണ്. നമ്മൾ ഒരു മെസ്സഞ്ചറെ, ഒരു ആശ്വാസകരെ അയക്കുമ്പോൾ എപ്പോഴും നോക്കണം, ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം? പ്രാഗൽഭ്യത ഉണ്ടായിരിക്കണം. ആ വ്യക്തിക്ക് അതിനുള്ള കഴിവ്, പ്രാഗൽഭ്യത ഉണ്ടായിരിക്കണം. അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. കുറ്റം പറയുകയല്ല, കണ്ടോ? അവർ ചെന്ന് അവിടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. വിമർശിക്കാൻ എളുപ്പമുണ്ട്, പഴി പറയാൻ എളുപ്പമുണ്ട്, കുറ്റം പറയാൻ എളുപ്പമുണ്ട്, അപമാനിക്കാൻ എളുപ്പമുണ്ട്, കളിയാക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ പ്രശംസിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. നല്ലൊരു കാര്യം ആര് ചെയ്താലും നമ്മൾ അതിനെ പ്രശംസിച്ചേക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മള് ഈ പ്രശംസയ്ക്ക്
എതിരായി പോകുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്. അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഒരിക്കലും ഈ കിട്ടിയ സൗഭാഗ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് അവരെ പ്രബോധിപ്പിച്ചു. അതുകൊണ്ടാണ് പ്രബോധന പുത്രൻ എന്ന് ബർന്നബാസ് അറിയപ്പെടുന്നത്. പ്രബോധനം ഒരു പ്രസംഗത്തെക്കാൾ ഗാംഭീര്യമാണ് പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തോട് ഇച്ചിലൂടെ അടുത്ത് ആഴത്തിൽ ചെല്ലുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഒരു സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് ഇച്ചിലൂടെ പൂർണ്ണമായി പബ്ലിക്കിലേക്ക് പോകും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് ഈ ബർന്നബാസിനെ അയച്ചതെന്ന് കാണാൻ സാധിക്കുന്നു. അവിടെ ഒരു നേതാക്കന്മാരും ഇല്ലാതെ ഒരു സഭ സ്ഥാപിച്ചു. പക്ഷെ ആ സഭ മാനസാന്തര മനമാറ്റത്തോടെ തിരിഞ്ഞവരാണ് ക്രിസ്തുവിലേക്ക്. രണ്ടാമത് അവര് സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരായ ദൈവജനമാണ് എന്ന് കാണുവാൻ സാധിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 11:21 എ കൺസേൺ ചർച്ച്, അവര് കരുതലുള്ള ഒരു സഭയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി 21 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ശിഷ്യന്മാർ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് യഹൂദ്യയിൽ പാർക്കുന്ന സഹോദരന്മാർക്ക് സഹായം നൽകുവാൻ തീരുമാനിച്ചു. അതാണ് പറഞ്ഞത്, ഒരു നല്ലൊരു കൺസെന്റുകാരായി അല്ലെ, കരുതൽ, നല്ലൊരു കരുതുന്ന വ്യക്തിയായിരുന്നു, നല്ലൊരു സഹായമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെപ്പോഴും അങ്ങനെയായിരിക്കണം, ഒരു കരുതൽ അല്ലെ. നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലെ, നമുക്ക് നമ്മുടേതായ പരിമിതി. പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് കരുതുന്നത് നല്ലതാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്നു, വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കൂലെന്ന് പറഞ്ഞുകൊണ്ടോ. പരിശുദ്ധാത്മാവാണ് ബർന്നബാസിനെയും ശൗലിനെയും വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരാൾക്ക് മറ്റൊരാളെ ചെയ്യാൻ പറ്റത്തില്ല. ശരിക്ക് പറഞ്ഞ ഒരു ഓർഡിനേഷൻ കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കൊടുത്താൽ അന്ത്യത്തോളം നിൽക്കും. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാനോ ആ ഓർഡിനേഷന്റെ ടേസ്റ്റ് അറിയുവാനോ ജനങ്ങൾക്കോ അല്ലെങ്കിൽ സഭ ജന വിശ്വാസ സമൂഹത്തിലുള്ളവർക്കോ കഴിയാതെ പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു, നിങ്ങൾ വേർതിരിപ്പിൻ. പരിശുദ്ധാത്മാവ് വിളിച്ചു, സഭ വേർതിരിച്ച് സഭയുടെ മധ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അവരെ ബ്ലെസ് ചെയ്ത് സെറ്റ് ചെയ്ത് വിടുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, അത് കരുതുന്ന ഒരു സഭയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന ഒരു അനുഭവത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആയതിനാൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ച ഒരു നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല. അത് പറയാൻ ഇടവരാത്തത്, അതിനെക്കുറിച്ച് ഒരു അവകാശവാദം ആരും ഉന്നയിക്കാൻ പാടില്ല. കാരണം ഒട്ടനേക സഭകൾ സ്ഥാപിച്ച പൗലോസിന് പോലും അതിനകത്ത് ഞാനാണ് അത് ചെയ്തതെന്ന് പറയാനായിട്ട് ഒരു അവസരം കാണുന്നില്ല. പത്രോസിനും അങ്ങനെ ഒരു അവസരം കാണുന്നില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിന്റെ സ്ഥാപകരെ കുറിച്ച് പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സഭയുടെ ഗുണനിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ അവർ രൂപാന്തരപ്പെട്ട് മനസ്സ് മാറി മനസ്സ് തിരിഞ്ഞ ഒരു സഭയായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അവര് വേർതിരിക്കപ്പെട്ട ഒരു സഭയായിരുന്നു എന്ന് കാണുന്നു. മൂന്നാമതായി അവര് നൽകുന്ന ഒരു സഭയായിരുന്നു, ഒരു കൺസെന്റ്. അപ്പം ആ ഒരു കരുതുന്ന സഭയായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാനും ആഗ്രഹിക്കുന്നത് മുക്കുടുത്ത സഭ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രകാരം ഈ ഒരു എളിയ സന്ദേശം നിങ്ങളോട് പറയാൻ കാരണമായി തീർന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇതല്ല. എനിക്ക് മിനിഞ്ഞാന്നത്തെ ആ ശവസംസ്കാരത്തിന് ശേഷം ഇന്നലെ ഞാൻ ഇവിടെ ഒരു ഡിവോഴ്സിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കണം തോന്നിയത്. കാരണം ഞാൻ വിളിച്ച മാത്രയിൽ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് ഈ 4-5 പേര് ഓടി വന്നു. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സന്തോഷിന്റെ അവിടെ നിന്ന് 2 വണ്ടി വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങളങ്ങ് വളരെ പ്രയാസപ്പെട്ട് ഈ 2 വണ്ടിയിൽ എവിടെ നാളെ പോവാൻ നിന്ന നിപ്പിൽ അവിടെ നിന്ന് വിളിച്ചപ്പം സോഫിയും ശൈലെല്ലാം കൂടെ വരാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പം വഴി ഞങ്ങൾ കാട്ടിക്കൂടെ പോകുന്നപ്പം ഞങ്ങളുടെ സ്ത്രീകളുടെ സുരക്ഷ ഓർത്താ നിങ്ങളെ ഒഴിവാക്കി കേട്ടോ സോഫിയും ശൈലും. അപ്പം ഞങ്ങൾ പുരുഷന്മാരെ എങ്ങനെ ഓടി രക്ഷപ്പെടാമല്ലോ ആനക്കാട്ടിൽ നിന്ന്, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവസാനം രായന്റെ വീട്ടിൽ വിളിച്ചപ്പം സാരിയും ഇളയ കൊച്ചുകൊണ്ടായിരുന്നു. അവരും പഴുതിറങ്ങി അവരെ കയറ്റിക്കൊണ്ട് പോയി ആ കാര്യങ്ങൾ ഭംഗിയായി നടന്നു. അതുകൊണ്ട് മുക്കൂട്ടുള്ള സഭ ആ കാര്യത്തിൽ
പരിമിതമായ ഒരു അവസ്ഥയിൽ ജോലി സ്ഥലത്ത് നിന്ന് സുനിൽ അവിടെ ഓടി വന്നു. എനിക്ക് അവസാനം ഞാൻ അവിടെ കണ്ടില്ല, എല്ലാം കഴിഞ്ഞപ്പോൾ എങ്ങനെ പോയി അവിടെ പോയി കണ്ടില്ല. അപ്പം ജോലി സ്ഥലത്ത് നിന്ന് ചവിട് ഓടി വരികയുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ രാവിലെ വിളിച്ചത് തോന്നല്ലേ. അപ്പം ഒരു കരുതൽ, നമ്മുടെ ഒരു കരുതലുണ്ടായി. അതിനകത്ത് അങ്ങേയറ്റം ഞാൻ ഈ സഭയെ അഭിനന്ദിക്കുകയാണ്. മുന്നോട്ട് നല്ലതുപോലെ ഒരു മാതൃകാ സഭയായിട്ട് മുന്നോട്ട് കൊണ്ട് ഒരുപക്ഷെ 2026 ഈ ഒരു മാസത്തെ വേണ്ടിയുള്ള തുടക്കം പോലെയായ. അതുകൊണ്ട് എല്ലാവിധമായ നന്ദിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഭാവിയിലും അങ്ങനത്തെ ഒരു സഭയായി, ഒരു മോഡൽ ചർച്ചായി ഈ സഭ മുന്നോട്ട് പോകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകേ രാഷ്ട്രേവം